ചില അക്ഷരങ്ങൾക്ക് രണ്ട് ഉച്ചാരണങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള ഉച്ചാരണങ്ങളുണ്ട്. മനസ്സിലായോ? രണ്ട് തരത്തിൽ ഒരക്ഷരത്തെ നമ്മൾ ഉച്ചരിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ന എന്നുള്ള അക്ഷരം നോക്കാം. ന എന്ന് പറയുമ്പോൾ ഏതിലാണ് നന്ദകിഷോർ? ന എന്നത് നമ്മുടെ അക്ഷരമാലയിലെ ഏത് വിഭാഗത്തിലാണ്? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? എല്ലാവരും പറയൂ. അതിലാണ് ന വരുന്നത്. ന ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? വരദ പറയൂ. വെരി ഗുഡ്. തവർഗം. അതായത് ത ഥ ത ഥ ദ ധ ന. ഇതിലാണ് ഏത് വരുന്നത്? തഥ ദന്ധ ന. എന്താണ് നമ്മൾ അതാരിച്ച് പറയൂ? എന്താണ് ഇത്? ന എന്നാണ് ഉച്ചരിക്കുന്നത്. ന എന്നാൽ ഇരിക്കുന്നു. എന്നാൽ നാം ഇങ്ങനെ എഴുതുമ്പോൾ ഇതെന്താണ്? എന്താണ് ഇവന? പറയൂ. പന. നാന്നാണോ ഉച്ചരിക്കുന്നത്? ന്യായം. കണ്ടോ? ഇവിടെ എന്താണ് ഉച്ചരിച്ചത്? ന്യായം. അപ്പോൾ പ ന ന. ഇനി ഞാനൊരു വാക്ക് എഴുതാം. ഇതെന്താണ് ഉച്ചരിക്കുക? പറയൂ. ഇതെന്താണ് ഉച്ചരിക്കുക? നഖം. ഇവിടെ നമ്മൾ എന്താണ് ഉച്ചരിക്കുന്നത്? നഖം. ന എന്നാണ്. എന്താണ്? ന. അപ്പോൾ എന്താണ്? എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? നഖം പന അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ന എന്ന അക്ഷരം ആദ്യം വന്നാൽ ന ഘം നഖം, ന യ നം നയനം, ന ദ നാട്. കണ്ടോ? ന നാല്. കണ്ടോ? ഇങ്ങനെ ആദ്യം വന്നു കഴിഞ്ഞാൽ ന എന്നും ന എന്നാണ് ഉച്ചരിക്കുന്നത്. രണ്ടാമതോ മൂന്നാമതോ അവസാനമോ വന്നാൽ എന്താണ് ഉച്ചരിക്കുക? പ ന പന. കണ്ടോ? ക ന കനം. കണ്ടോ? ചേ ന ചേന. ഇനി മൂന്നക്ഷരമുള്ള ഒരു വാക്ക് പറയൂ. ഏതെങ്കിലും ന എന്ന അവസാനം വരുന്നത്? പന ഇവിടെ ഇരിക്കുന്നു. ഇനി അവസാനം ന വരുന്ന വാക്ക് ഏതാണ്? തലവേദന. നോക്കൂ. തലവേദന. കണ്ടോ? തലവേദന. കണ്ടോ? പേന. ഗുഡ്. പേന. പറയൂ. വൈരുദ്ധ്യങ്ങൾ കുഞ്ഞുങ്ങളെ ചെറു പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവർ തെറ്റാതെ വായിക്കും. അവർ കേട്ട് പരിചയിച്ച വാക്കുകളാണെങ്കിൽ അവർ നഖം എന്നൊക്കെ വായിക്കും. ന എന്ന് വായിക്കുന്നത് രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയി വരുമ്പോഴാണ് എന്നും ആദ്യത്തേതായി വരുമ്പോൾ ന എന്ന് വായിക്കണമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.